ഹായ്, ഫോൺ ടെക്കിന്റെ ടെക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക് ന്യൂസ് എന്താണെന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെപ്പോലെ തന്നെ നിങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ ടെക് ന്യൂസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനി ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. തീർച്ചയായും നമുക്ക് ട്രൂ കോളർ എന്ന് അറിയാം. പലർക്കും ആ ട്രൂ കോളിന്റെ യഥാർത്ഥ സ്വഭാവം എന്താ മനസ്സിലായി കാണും. നമ്മളെ ഡാറ്റാസ് എല്ലാം പല വഴിക്ക് പോകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇതിന്റെ പല അപ്ഡേറ്റുകളും കിട്ടിക്കാണും. പലരും ഇന്നും ട്രൂ കോളർ ഈ ഡാറ്റ ചോരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈവസി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് പലരും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ട്. പക്ഷേ അതിന്റെ ഐഡിയ, അതിന്റെ യൂസ് പലർക്കും ഇഷ്ടമാണ്. കാരണം എന്താ, ഒരാൾ അൺനോൺ നമ്പറിൽ കോൾ വിളിക്കുമ്പോൾ അത് ആരാന്ന് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഭയക്കേണ്ടതില്ല. ഐഡിയ, ജിയോ, എയർടെൽ, വാട്ടെവർ ആരൊക്കെ ഉണ്ടോ ഇപ്പൊ നെറ്റ്വർക്കിംഗ് സെക്ഷനിൽ, ഇവരൊക്കെ ഒരു കൺസെപ്റ്റ്, കോളർ ഐ ഡി എന്നുള്ള ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ഒരാൾ വിളിക്കുവാണെങ്കിൽ യഥാർത്ഥ യൂസർ ആരാണോ, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ പേരിൽ അഖിൽ കൃഷ്ണയുടെ പേരിൽ സിം എടുത്ത് വിളിക്കുവാണെങ്കിൽ എന്റെ പേര് തന്നെ വിളിക്കുന്ന സമയത്ത് കാണിക്കാനുള്ള ഒരു മെത്തേഡാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ഗ്രേറ്റ് അപ്ഡേറ്റ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മളുടെ പ്രൈവസി അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസറിന്. അപ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആരും തന്നെ ട്രൂ കോളർ എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ട്രൂ കോളിനോട്ടുള്ള പണിയാണ് നമ്മളുടെ ആദ്യത്തെ അപ്ഡേറ്റ്. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഷാക്കാർ ടാക്സി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഊബർ, ഒലയെല്ലാം പോലത്തുള്ള ആപ്പാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വാട്ടെവർ എന്താണോ കസ്റ്റമർ പേ ചെയ്യുന്നത് അത് ഡയറക്റ്റ് ടാക്സി ഡ്രൈവേഴ്സിന് തന്നെ പോകുന്ന പറഞ്ഞത്. എന്തായാലും കൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെ സർവീസ് ചാർജ് ഒന്നും മേടിക്കാതെ ചെയ്യുമ്പോൾ എങ്ങനെ ഈ ആപ്പ് ആര് ഡെവലപ്പ് ചെയ്യും, ഇതിന്റെ സെർവർ ആര് കീപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഇതിന്റെ കസ്റ്റമർ സേഫ്റ്റി, മറ്റ് പല മെയിൻ്റനൻസ് കസ്റ്റമർ കെയർ ഇതെല്ലാം ഉണ്ടല്ലോ, ഇത് ആര് പ്രൊവൈഡ് ചെയ്യും ഈ സർവീസ് ഒക്കെ. അപ്പൊ ചാർജ് മേടിക്കാതെ ചെയ്യുന്നത് കസ്റ്റമറായിട്ട് ചിന്തിക്കുമ്പോൾ വളരെ നല്ലതാണ്. എന്തായാലും ഇതും ഒരു ഓല, ഊബർ ഇങ്ങനെയുള്ള ആപ്പുകൾക്കുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാട്ടെവർ വന്നാൽ നന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ വരും, അതായത് ഒരു എക്സ്ട്രാ സർവീസ് ചാർജ് ഒന്നുമില്ല, കിട്ടുന്ന പൈസ ഒക്കെ ടാക്സി ഡ്രൈവർക്ക് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് വന്നാൽ എത്രത്തോളം ഈ ആപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, വെയിറ്റ് ഫോർ ദാറ്റ് അപ്ഡേറ്റ്. അതുപോലെ നമ്മളുടെ ആപ്പിളിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. 2027 ആപ്പിൾ വാച്ച്, എയർപോഡ്, ഞാൻ രണ്ട് യൂസ് ചെയ്തു. വാട്ടെവർ ഈ രണ്ടിലും ക്യാമറ വരാൻ വേണ്ടി പോകുന്നതാണ് പറയുന്നത്. അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ ക്യാമറ വാച്ചിലും എയർപോർട്ടിലെല്ലാം കൊണ്ടുവന്നിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. വാട്ടെവർ 2027 അവരുടെ കൺസെപ്റ്റ് ആണ് പറയുന്നത്, ഇങ്ങനെ വാച്ചിലും എയർപോർട്ടിലെല്ലാം ക്യാമറ ഇംപ്ലിമെന്റ് ചെയ്യും. വാട്ടെവർ ഇപ്പൊ ക്യാമറ ഇല്ലാതെ തന്നെ നമ്മൾ ഇതിന്റെ ബജറ്റ് ഒന്നും നമ്മളെ സാധാരണക്കാർക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല. ഇനി ക്യാമറയും കൂടി ഇവർ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്താവും അറിയില്ല. അപ്പോൾ ആപ്പിൾ വാച്ചിലും എയർപോർട്ടിലും 2027 വന്നിട്ട് ക്യാമറ ഉണ്ടാകുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ഫോർ ദാറ്റ് അപ്ഡേറ്റ്. അപ്പൊ അടുത്തൊരു അപ്ഡേറ്റ് 13T സീരീസിനെ കുറിച്ചാണ്. അപ്പൊ 13T എപ്പോൾ റിലീസ് ആവുന്നുള്ള ഒരു ചോദ്യമാണോ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, അത് ഈ ഏപ്രിൽ മാസം ലാസ്റ്റോട് കൂടി റിലീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് വരുന്നത്. ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലെ ഗംഭീര പെർഫോമൻസ് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 6200 mAh ആണ് ഇതിന്റെ ബാറ്ററി, അത് ഹ്യൂജ് ആണ്. അതുപോലെ 6.2 ഇഞ്ചസ് മറ്റേ ഇതിന്റെ സ്ക്രീൻ വരുന്നത്. അതുപോലെ 1.5K റെസൊല്യൂഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. വാട്ടെവർ നല്ലൊരു സ്പെക് ആണ്. നമുക്ക് നോക്കാം അതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും. വെയിറ്റിംഗ് ഫോർ ദാറ്റ് അപ്ഡേറ്റ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായും നിങ്ങൾ പറയും ചിലപ്പോൾ കോപ്പി ഐ ഡി അപ്ഡേറ്റ് എന്ന്. അതിന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം. ആപ്പിൾ വിഷൻ പ്രോ നമുക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ വിവോ വിഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പുതുതായിട്ട് വരുന്നത്. വിവോ വിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണോ VR ഹെഡ്സെറ്റ് സെയിം തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ ആപ്പിൾ ഫാൻസ് എല്ലാം പറയും ഇത് ഞങ്ങളുടെ കോപ്പി അടിച്ചിട്ടാണ് വിവോ ഈ കൺസെപ്റ്റ് കൊണ്ടുവന്ന് പറയും. അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നിങ്ങൾ മറ്റേന്ന് കോപ്പി അടിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോപ്പി അടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും, നോ ഇഷ്യൂ. പക്ഷെ നമുക്ക് നോക്കാം വിവോ എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലത്തുള്ള ഹ്യൂജ് ബജറ്റിലാണോ, സാധാരണക്കാർക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണോ നമുക്ക് നോക്കാം. വിവോ ആണ് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ ലോ ബജറ്റിൽ നല്ല മെറ്റീരിയൽ ചിലപ്പോൾ ഇറക്കിന്നിരിക്കാം. വെയിറ്റ് ഫോർ ദാറ്റ് അപ്ഡേറ്റ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവരും അറിയാം, എല്ലാവരും ഗിബിലി ആർട്ടിന്റെ ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല ട്രെൻഡ്സ്. അതുപോലെ തന്നെ എക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ഗിബിലി ആർട്ടിന്റെ ഇമേജസ് ആണ്. ഇത് ഓരോ ആപ്പും ഓരോ ടൈം ഓരോ കൺസെപ്റ്റും ഇതേപോലെ ട്രെൻഡ് ആകുന്ന പോലെയാണ് ഗിബിലി ആർട്ട് ഇപ്പൊ ട്രെൻഡിലുള്ള. ഇതുവരെ യൂസ് ചെയ്യാത്തവരുണ്ട്, ഒന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നല്ല എക്സ്പീരിയൻസ് ആണ് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കോ F7 സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. തീർച്ചയായും അതിന്റെ പ്രൈസ് എന്താണെന്ന് പലരും ചിന്തിച്ച് നടക്കുന്നത്. എന്റെ പേരിൽ പ്രൈസ് ഓൾമോസ്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്.
ഇത് ഡോളറിന്റെ കണക്കാണ്. 599 രൂപയാണ് ഇവർ അൾട്രക്ക് പറയുന്നത്. അതുപോലെ പ്രോക്ക് പറയുന്നത് $499. ഈ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആകുമ്പോൾ ഏകദേശം 51 സംതിങ് അല്ലെങ്കിൽ 38 സംതിങ് ഈ പ്രോക്കെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ടാക്സ് മറ്റുള്ള ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ബജറ്റ് വേണ്ട. ഇപ്പൊ അതിൽ ആ ഒരു റേറ്റിന് പോക്കോ F7 സീരീസ് എടുക്കാന്ന് പറഞ്ഞാൽ ചിലർ ചിന്തിക്കും. കാരണം പോക്കോ നമുക്ക് അറിയാം, ഇപ്പൊ ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ CPU പ്രശ്നം തന്നവരാണ്. അല്ലേ പറയാൻ ഒരുപാട് കംപ്ലൈന്റുകൾ റിപ്പോർട്ട് ചെയ്തൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യന്മാർ F7 സജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് നോക്കാം, ഇനി അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തത്. വട്ടവർ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന്റെ ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ. ഇത്തരം അപ്ഡേറ്റുകൾ ഇനിയും ഈ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്ഡേറ്റുകൾക്കായി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റ് ഉടൻ വരുന്നതായിരിക്കും. ബൈ.